ഹായ് മക്കളെ. അപ്പോൾ നമ്മുടെ എക്സാമുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമാണ് നമ്മുടെ ക്ലാസ്സുകൾ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്? ഞാൻ 10th തൊട്ടാണ് യൂണിവേഴ്സിറ്റി ചേർന്നേക്കുന്നത്. അപ്പോൾ 10th തൊട്ടായാലും എനിക്ക് ഓരോ സബ്ജക്റ്റും തന്നെ പഠിച്ച് മാർക്ക് വാങ്ങാനുള്ള കഴിവ് സത്യം പറഞ്ഞാൽ ഇല്ല. അപ്പോൾ വിന്നേഴ്സിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് ഈ ഡെയിലി എക്സാംസൊക്കെ എഴുതി ഓരോന്ന്. ഇപ്പോൾ ഓരോ എക്സാം എഴുതുമ്പോഴും അതിലൊരു മിസ്റ്റേക്ക് വരുമ്പോൾ ഇങ്ങനെ ഷാഡോ മിസ്സൊക്കെ ഫോളോ അപ്പ് ചെയ്ത് അത് പഠിച്ച് ആ തെറ്റെന്താണെന്ന് പഠിച്ച് അത് നെക്സ്റ്റ് എക്സാം വരുമ്പോൾ തിരുത്തി അങ്ങനെ മുന്നോട്ട് പോയി ആണ് എല്ലാം റെഡിയായത്. 10th ഫുൾ A+ കിട്ടാൻ സോഷ്യലും മാത്സൊക്കെ എനിക്ക് നല്ല ടഫ് സബ്ജക്ട്സ് ആയിരുന്നു. അപ്പോൾ വിന്നേഴ്സില്ലായിരുന്നെങ്കിൽ അത് എന്തായാലും കിട്ടില്ലായിരുന്നു. +1 ആയാലും അതെ. എക്കണോമിക്സ് ഈ വർഷത്തെ അത്യാവശ്യം ടഫായിരുന്നു. പക്ഷേ രജി സാറ് അടിപൊളിയാക്കി പഠിപ്പിച്ച് നല്ല എളുപ്പമാക്കി തന്നു. പിന്നെ അവസാനമായപ്പോഴത്തേക്കും ഇത്ര പെട്ടെന്ന് ഇത്രയും സബ്ജക്ട്സൊക്കെ ഞാൻ പഠിച്ച് കവറാവുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. നമ്മുടെ 3 ടൈം റിവിഷനും എല്ലാം കൊണ്ടും അങ്ങനെ. പിന്നെ നമ്മുടെ അവസാനത്തെ പ്രഡിക്ഷൻസ് കുറേയൊക്കെ എനിക്കറിയാം. അക്കൗണ്ടൻസിയൊക്കെ മിക്ക എക്സാംസും നല്ല ടഫായിരുന്നു ഇത്തവണ കഴിഞ്ഞ വർഷത്തെ പാറ്റേണൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ വിന്നേഴ്സുകാർ പറഞ്ഞ മിക്ക ക്വസ്റ്റ്യൻസും അതുപോലെ വന്നിട്ടുണ്ട്. കാരണം അത്ര ലെവൽ ടഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ സെറ്റ് ബി സെറ്റ് സി അങ്ങനെയുള്ളതിലുണ്ടായി. അപ്പോൾ അത് ചെയ്ത് പ്രാക്ടീസായ ഈ എക്സാം നല്ല എളുപ്പമായിരുന്നു. നല്ലതായിരുന്നു ക്ലാസ്സുകളൊക്കെ. പിന്നെ എക്സാം എടുക്കുമല്ലോ ഓരോ ദിവസങ്ങളിൽ എടുക്കണതിൻ്റെ, അതൊക്കെ നല്ലായിരുന്നു. അതിനൊക്കെ മാർക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ നല്ല സന്തോഷം ഈ വിന്നേഴ്സ് ചേരാൻ പറ്റിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ ഇവിടുത്തെ ഡെയിലി എക്സാമിൻ്റെ കാര്യം പറയാം. ആലോചിക്കുമായിരുന്നു എന്തിനാണിത്, എപ്പോഴും രാവിലെ എണീറ്റ് ഈ പരീക്ഷ എഴുതുന്നത് എന്തിനാണ് എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. പിന്നെയാണ് ഓണപ്പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഇത് മനസ്സിലായത്, എത്രത്തോളം അത് എന്നെ അഫക്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. പിന്നെ അങ്ങോട്ട് നല്ലൊരു പഠിത്തം, അതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നതിനും നല്ല എല്ലാ രീതിയിലും എല്ലാം നല്ല ചെയ്തു. സാർമാരുടെ സപ്പോർട്ടും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരുടെയും. അങ്ങനെ തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റിവിഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കുറെ തവണ റിവൈസ് ചെയ്യുമ്പം ഒരു കാര്യം തന്നെ കുറെ ഓർത്തിരിക്കും. അപ്പം സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും, എടാ റിവൈസ് ചെയ്ത് തുടങ്ങിയെന്ന് പറയുമ്പോൾ ഒരു അഭിമാനത്തോടെ പറയാം, 5 തവണയൊക്കെ റിവൈസ് ചെയ്തിരിക്കും, ഞങ്ങൾക്ക് ഇനി എന്നാ റിവൈസ് ചെയ്യണം, ഞങ്ങൾക്ക് ഒരു ബലം ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും ഓരോരോ എങ്ങനെയാ ഒരു അമ്പരന്നൊക്കെ നോക്കുന്ന രീതിയിലൊക്കെ നോക്കും. അപ്പൊ ഒരു സന്തോഷമാണ്. നമ്മളൊരു 5 തവണ റിവൈസ് ചെയ്തിരിക്കുമല്ലേ, വിന്നേഴ്സ് അല്ലേ ഉള്ളതെന്ന് ഞാൻ ഇങ്ങനെ പറയും. അപ്പം അവർ പറയും, ഓ നിങ്ങളൊക്കെ വലിയ വിന്നേഴ്സിലെ ആൾക്കാർ, നമുക്കൊന്നും ചേരാൻ ഒരവസരം ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കെന്തോ ഒരു എന്നാ പറയണേ എനിക്കറിയത്തില്ല. എന്തായാലും നല്ല ക്ലാസ്സുകളായിരുന്നു. എത്ര ടഫുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ചെയ്ത് തന്നെ പഠിച്ചു. ഇവിടെ പഠിപ്പിച്ച പോലെ എന്തായാലും സ്കൂളിൽ ഇതുവരെ പഠിച്ചിട്ടില്ല. എന്തായാലും ഞാൻ സ്കൂളിൽ എനിക്ക് പഠിക്കുന്ന വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ ചേർന്നു എങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പഠിച്ചു. അതൊക്കെ സ്കൂളിലും കൂടെ ചെന്ന് പഠിച്ചപ്പോൾ ടീച്ചർമാരുടെ ഇടയ്ക്ക് ഒരു വിലയുണ്ടായി. അങ്ങനെ എല്ലാം നല്ലതായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരാൻ കുറെ മിസ്സുമാര്. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഓഫ്ലൈൻ ക്ലാസ് വെച്ച് നോക്കുമ്പോൾ ഓൺലൈൻ ക്ലാസ് ഭയങ്കര ഇഷ്ടമായി. പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. +1 വരെയും ഓഫ്ലൈനിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഓൺലൈനിലോട്ട് ആദ്യമായിട്ടാണ് നിന്നത്. അത് നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഓരോ സബ്ജക്റ്റ് ആണെങ്കിലും പെട്ടെന്ന് മനസ്സിലായി. എല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലായി. +2 കുറച്ചെങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ അത് വിന്നേഴ്സിൽ ചേർന്നുകൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് ഞാൻ അധികം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയെന്നത്. അപ്പോൾ വിന്നേഴ്സിലോട്ട് ചേർന്നപ്പോഴാണ് കുറച്ചെങ്കിലും ക്ലാസ് ടെസ്റ്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല മാർക്കായി. പിന്നെ വിന്നേഴ്സിലെ ഓരോ എക്സാമിനോടുള്ള ഒരു പേടി പോയി കിട്ടി. എനിക്ക് കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ +1 ജോയിൻ ചെയ്തത്. +1 +2 ആയിരുന്നു. എനിക്ക് 10ൽ 9 A+ ഉണ്ടായുള്ളൂ. +1 ഫുള്ളായി. അത് വിന്നേഴ്സ് കാരണം തന്നെയാണ്. പിന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ് ആകുമ്പോഴേക്കും യാത്ര ബുദ്ധിമുട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം അടിപൊളിയായിരുന്നു. എൻ്റെ ക്ലാസ് ആയിരുന്നു. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിലും ടീച്ചേഴ്സിനോട് ചോദിക്കുക, നന്നായിട്ട് പറഞ്ഞുതരും. അത് എത്ര പ്രാവശ്യം ചോദിച്ചാലും അവർ പറഞ്ഞുതരും. നമുക്ക് സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴേക്കും ഒരാവശ്യം ചോദിച്ചിട്ട് പിന്നെ മനസ്സിലായെന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. ക്ലാസ് എടുക്കുമ്പോൾ എവിടെയൊക്കെ ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വേണ്ടോ ചെയ്യാറ്. അതൊന്നുമില്ല, അടിപൊളിയായിരുന്നു എല്ലാം. വിന്നേഴ്സിൽ ഞാനിപ്പോ ഏകദേശം ഒരു 9ാം ക്ലാസ് തൊട്ട് കയറിയതാണ്. പഠിക്കുന്ന ഒരു 4 വർഷം ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു +1 ഓണത്തിന്റെ ടൈമിലാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എന്തൊക്കെ പ്രശ്നം വന്നാലും അന്ന് ഇന്നും വിന്നേഴ്സിന് വരെ കൊടുക്കുകയാണ്. അത് തന്നെയാണ് ഏറ്റവും
കൂട്ടുകാരൊക്കെ ഇവിടെ വിന്നേഴ്സ് ഉണ്ടാവും പോയി. പക്ഷെ ഞാൻ ഇവിടെ തന്നെ നിന്നു, കാരണം പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ക്ലാസ്സുകളൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ സാറിലും പിന്നെ എല്ലാ ടീച്ചേഴ്സിനെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എക്സാം ഒക്കെ ഈസി ആയി കിട്ടിയത്. ഞാനാണെങ്കിൽ ആദ്യമായിട്ട് തന്നെ ട്യൂഷൻ പഠിക്കുന്നത് തന്നെ വിന്നേഴ്സിലാണ്. വേറെ അതിന് മുമ്പൊന്നും ഞാൻ ട്യൂഷൻ പഠിച്ചിട്ടില്ല. എനിക്കിപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, അതോടൊപ്പം വിഷമവും ഉണ്ട്. +2 കഴിഞ്ഞല്ലോ, ഇനിയും ട്യൂഷൻ ഇല്ലല്ലോ എന്നൊരു വിഷമവും ഉണ്ട്. വിന്നേഴ്സിൽ കാര്യം പറയുകയാണെങ്കിൽ ഷാഡോ ടീച്ചേഴ്സ് ഒരു ദിവസം നമ്മൾ ആബ്സെന്റ് ആയാൽ തന്നെ നമ്മളെ വിളിച്ച് തിരക്കും ഷാഡോ ടീച്ചറിന്റെ, അത് പ്രത്യേകം പറയേണ്ടതാണ്. പനിയാണെന്ന് പറഞ്ഞാലും ടീച്ചർ പിറ്റേന്ന് ചോദിക്കും എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ തിരക്കുന്ന ഷാഡോ ടീച്ചേഴ്സ്. പിന്നെ ഡെയിലി എക്സാംസ്, അതുപോലെ തന്നെ ഡെയിലി എക്സാംസ്, അതുപോലെ തന്നെ റിവിഷൻസ്, പിന്നെ എക്സാമിൻ്റെ തലേദിവസമുള്ള AI ക്ലാസ്, അതെല്ലാം ഒത്തിരി എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഒരു കൺസെപ്റ്റ് തന്നെ ഇങ്ങനെ ഒത്തിരി റിവൈസ് ചെയ്ത് എനിക്ക് പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ എക്സാം എടുത്തു പറയേണ്ടതായിരുന്നു ഈ പ്രാവശ്യത്തെ. നല്ല ഈസി എക്സാം ആയിരുന്നു. രജി സാറിനും പൂജ ടീച്ചറിനും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നല്ല സിമ്പിളായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ നല്ല സന്തോഷമായിരുന്നു എക്കണോമിക്സിന്. ഞാൻ നേരത്തെ തന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ട് അഡീഷണൽ ക്വസ്റ്റ്യൻസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഒത്തിരി താങ്ക്സ് ഉണ്ട് വിന്നേഴ്സിനോട്. ഇവിടുത്തെ പഠിച്ച് പിന്നെ ഡെയിലി എക്സാം എഴുതി എക്സാം എന്നുള്ള ആ ഒരു പേടി അങ്ങ് മാറിപ്പിക്കും. പിന്നെ എളുപ്പവും സിമ്പിൾ ഡെയിലി അങ്ങ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെ അത് ശീലമായി എന്ന് രാവിലെ എണ്ണീറ്റ് ക്ലാസ് ഉണ്ട്. പിന്നെ ഇപ്പൊ എന്തെങ്കിലും അസുഖമായി കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള വിവരം അറിയാൻ നമ്മളെ ഡെയിലി ഷാഡോ ടീച്ചേഴ്സ് നമ്മളെ വിളിക്കുകയും എല്ലാം ചെയ്യുകയും ഒക്കെ ചെയ്യും. എനിക്കിങ്ങനെ പേഴ്സണലി എൻ്റെ ക്ലാസ്സിലെ ആണെങ്കിലും പഠിക്കുന്നതിനും പേടിയും ടെൻഷനൊക്കെ മാറിയത് മിന്നേഴ്സ് വന്നതിൽ പിന്നെയാണ്. സാറുമാരും ടീച്ചേഴ്സും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. പിന്നെ എക്സാമൊക്കെ എനിക്ക് ഇവിടെ വന്നതിന് ഭയങ്കര എളുപ്പമായിരുന്നു, പഠിക്കാനും എളുപ്പമായിരുന്നു. നല്ല ക്ലാസ്സാണ്, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാരണം ഇവൻ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാം തന്നെ പേടിയായിരുന്നു. പിള്ളേരോടാണെങ്കിലും ടീച്ചേഴ്സിനോടൊക്കെ ആണെങ്കിലും സംസാരിക്കാനോ സംശയങ്ങൾ ചോദിക്കാനോ ഒക്കെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. വിന്നേഴ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെയാണ് അതൊക്കെ മാറി കിട്ടിയത്. പ്രത്യേകം അതിന് നമുക്ക് അതിനൊരു ആളായിട്ട് നിന്നത് രജി സാർ തന്നെയാണ്. അത് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. സാറിൻ്റെ ഒരു ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതാണ് അവൻ്റെ പേടിയൊക്കെ മാറ്റിയെടുത്തത് തന്നെ. അങ്ങനെ അത്രയും സംസാരിച്ച് വന്നത് രജി സാറായതുകൊണ്ട് കേട്ടോ. സാറ് തന്നെ പറഞ്ഞ എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. പക്ഷെ എങ്കിലും പ്രത്യേകം പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. ഞാനിവിടെ 9ാം ക്ലാസ്സിൽ കയറിയിട്ടുള്ളതാ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാ നല്ല ക്ലാസ്സുകളല്ല അതും. പിന്നെ കയറാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല തമാശയും നന്നായി പഠിപ്പിക്കും. നല്ല തമാശയാണ്, നമുക്ക് ബോറടിക്കില്ല. അങ്ങനെ നല്ല ക്ലാസ്സുകളാണ്. നല്ല ക്ലാസ്സുകളാണ്, എനിക്കിഷ്ടമാണ് ഇവിടെ കയറാനൊക്കെ. നല്ല ടീച്ചേഴ്സാണ്. പിന്നെ നല്ല കമ്പനി എല്ലാവരും ആയിട്ട്. സ്കൂളിലത്തെക്കാളും കൂടുതൽ വിന്നേഴ്സിനാണ് എനിക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു. ഞാൻ വിന്നേഴ്സിന്റെ ക്ലാസ്സിൽ പിന്നെ എല്ലാം പഠിക്കാറൊക്കെ. സ്കൂളിൽ ഞാൻ അങ്ങനെ അധികം നോക്കാറൊന്നും.